Once again, all of you, welcome back to my YouTube channel. My name is Adira. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് ആതിര. So, today we are going to discuss about continuation of displacement reaction. Okay, continuation of displacement reaction. Displacement reaction ന്റെ continuation തന്നെയാണ് നമ്മൾ ഈ ക്ലാസ്സിലും ചെയ്യുന്നത്. Because there is some portions are left. കാരണം അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോർഷൻസ് കൂടി എന്തുണ്ട് നമുക്ക് പറയേണ്ടതായിട്ട് ഉണ്ട്. So, in our previous class regarding displacement reaction, we discussed about displacement of a less reactive metal by a more reactive metal. Okay. അപ്പം ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ക്യാൻ ഡിസ്പ്ലേസ് എ ലെസ് റിയാക്റ്റീവ് മെറ്റൽ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് മാത്രമേ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളായിരുന്നു. സോ ഈ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് മാത്രമല്ല ലെസ് റിയാക്റ്റീവ് മെറ്റൽസിനെ എന്ത് ചെയ്യുന്നത് ഡിസ്പ്ലേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെറ്റൽസിനിടയിൽ മാത്രമല്ല എന്ത് നടക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നത്. നോൺ മെറ്റൽസിന് എന്ത് ചെയ്യാം ഡിസ്പ്ലേസ് ചെയ്യാം, ഒരു മെറ്റലിന് നോൺ മെറ്റലിനെ എന്ത് ചെയ്യാം ഡിസ്പ്ലേസ് ചെയ്യാം. അപ്പൊ ടൈപ്സും എന്തിനും ഉണ്ട് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിലും ഉണ്ട്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റിൽ ടൈപ്സ് പറഞ്ഞിട്ടില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് കരുതി പറയുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ടൈപ്പ് എന്തായിരുന്നു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ലെസ് റിയാക്റ്റീവ് മെറ്റൽ ബൈ എ മോർ റിയാക്റ്റീവ് മെറ്റൽ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ലെസ് റിയാക്റ്റീവ് നോൺ മെറ്റൽ ബൈ എ മോർ റിയാക്റ്റീവ് നോൺ മെറ്റൽ. ഓക്കെ, ലെസ് റിയാക്റ്റീവ് നോൺ മെറ്റലിനെ മോർ റിയാക്റ്റീവ് ആയിട്ട് നോൺ മെറ്റൽ എന്ത് ചെയ്യുന്നു ഡിസ്പ്ലേസ് ചെയ്യുന്നു എന്നൊരു കൺസെപ്റ്റും, നോൺ മെറ്റലിനെ ഒരു മെറ്റൽ എന്ത് ചെയ്യുന്നു ഡിസ്പ്ലേസ് ചെയ്യുന്നു എന്നൊരു കൺസെപ്റ്റും കൂടിയാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു റിയാക്ഷൻ നമ്മൾ പഠിച്ചു. എന്താണ് CuSO4 plus Fe gives FeSO4 plus Cu. മീൻസ് ഇതിനകത്ത് Cu എന്താണ് മെറ്റൽ ആണ്, Feയും മെറ്റൽ ആണ്. ഓക്കെ, സോ according to reactivity series, Fe is more reactive than Cu. Means iron is more reactive than Cu. So iron displaces copper from its salt solution. Means iron displaces copper from copper sulfate solution. ആ കൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. മീൻസ് രണ്ട് മെറ്റൽസ് ആണ്, അതിനകത്ത് ഒരു മെറ്റൽ കുറച്ച് റിയാക്ടിവിറ്റി കൂടിയതും ഒരാൾ റിയാക്ടിവിറ്റി കുറഞ്ഞതും. അപ്പൊ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ അതിന്റെ സൊല്യൂഷനിൽ നിന്ന് അങ്ങ് എന്ത് ചെയ്യുന്നു ഡിസ്പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു കോമ്പൗണ്ടും ഇത് അടുത്തതായിട്ട് എന്ത് ചെയ്യുന്നു ഫോം ചെയ്യുന്നു. ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. മീൻസ് രണ്ട് മെറ്റൽസിനിടയിലുള്ള കാര്യം. ഇത് ഫോം ചെയ്യുന്ന എന്താണ് ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു ഓർമ്മയുണ്ടല്ലോ, AB plus C gives CB plus A. ഇപ്പൊ C ഏതാണ് FeSO4 plus A എന്താണ് Cu. സോ ദ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് എന്താണ് FeSO4 plus Cu is the products. ഇത് രണ്ട് മെറ്റൽസിനിടയിലുള്ള കാര്യം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നോൺ മെറ്റൽസ്. ഓക്കെ, ഹൈലി റിയാക്റ്റീവ് നോൺ മെറ്റൽ ക്യാൻ ഡിസ്പ്ലേസ് എ ലെസ് റിയാക്റ്റീവ് നോൺ മെറ്റൽ. അപ്പൊ ഇവിടെ സോഡിയം ബ്രോമൈഡും ഉണ്ട്, ക്ലോറിനും ഉണ്ട്. ഇതിനകത്തെ നോൺ മെറ്റൽസ് ഏതൊക്കെയാണ്? ഈ ബ്രോമിനും എന്താണ് നോൺ മെറ്റൽ ആണ്, ക്ലോറിനും നോൺ മെറ്റൽ. അപ്പം ആരെയായിരിക്കണം ഡിസ്പ്ലേസ് ചെയ്യേണ്ടത്? ക്ലോറിൻ ബ്രോമിനെ വേണം എന്ത് ചെയ്യാൻ ഡിസ്പ്ലേസ് ചെയ്യാൻ. ഓക്കെ, സോഡിയം ഒരു മെറ്റൽ ആണ്. അപ്പൊ നമ്മൾ പറയുന്ന കൺസെപ്റ്റ് എന്താണ് രണ്ട് നോൺ മെറ്റൽസിന്റെ കാര്യമാണ്. സോ ഹിയർ ക്ലോറിൻ ഡിസ്പ്ലേസസ് ബ്രോമിൻ ഫ്രം NaBr. ഓക്കെ, ക്ലോറിൻ എന്തിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു? Br-നെ NaBr-ൽ നിന്നങ്ങ് ഡിസ്പ്ലേസ് ചെയ്യുന്നു. മീൻസ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ലെസ് റിയാക്റ്റീവ് നോൺ മെറ്റൽ ബൈ എ മോർ റിയാക്റ്റീവ് നോൺ മെറ്റൽ. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് എന്തായിരിക്കണം? CB എന്നതല്ലേ നമുക്ക് ഫോം ചെയ്യേണ്ട പ്രോഡക്റ്റ്. അപ്പം NaCl plus Br, NaCl plus Br2 is the product. Then ഒരു എക്സാമ്പിൾ കൂടി അതുമായി ബന്ധപ്പെട്ടൊന്ന് പറയാം. സോഡിയം അയോഡൈഡും ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇതിനകത്തെ ഈ അയഡിൻ എന്ന് പറയുന്നതും നോൺ മെറ്റൽ ആണ്, ക്ലോറിനും എന്താണ് നോൺ മെറ്റൽ ആണ്. അപ്പം ക്ലോറിൻ അയഡിനെ എന്ത് ചെയ്യണം ഡിസ്പ്ലേസ് ചെയ്യണം. എന്നിട്ട് ഫോം ചെയ്യുന്ന എന്തായിരിക്കണം? NaCl plus I2 ആണ് ഫോം ചെയ്യുന്നത്. ഇത് നമുക്ക് ടെക്സ്റ്റിൽ ഇല്ല, നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് എഴുതിയ വേണ്ടി മാത്രം പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. സോ ഇതെന്തായിരുന്നു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് നോൺ മെറ്റൽസ്. ഹൈലി റിയാക്റ്റീവ് നോൺ മെറ്റൽ ക്യാൻ ഡിസ്പ്ലേസ് ലെസ് റിയാക്റ്റീവ് നോൺ മെറ്റൽ. അപ്പം ഇവിടെ നമ്മൾ എടുത്തത് സൊല്യൂഷൻ എന്ന് പറയുന്നത് സോഡിയം ബ്രോമൈഡിന്റെ സൊല്യൂഷനും ക്ലോറിൻ ഗ്യാസ് നമ്മൾ അതിനകത്തോട്ട് എന്ത് ചെയ്യായിരുന്നു പാസ് ചെയ്യിക്കുകയാണ്. ആ സമയത്ത് ക്ലോറിൻ ബ്രോമിനെ അതിനകത്ത് നിന്ന് എന്ത് ചെയ്യുന്നു ഡിസ്പ്ലേസ് ചെയ്തിട്ട് ക്ലോറിൻ ആ സ്ഥാനത്ത് വന്നിരുന്നു. സോ ദ പ്രോഡക്ട്സ് NaCl plus Br2. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സോഡിയം അയോഡൈഡിനകത്തോട്ട് എന്ത് ചെയ്യാണ്
ക്ലോറിനെ ബബിൾ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലോറിൻ ആരെ അങ്ങ് ഡിസ്പ്ലേസ് ചെയ്യും, അയഡിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. സോ ദ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ NaCl+I2. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു മെറ്റല് മറ്റൊരു നോൺ മെറ്റലിനെ എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഇവിടെ സിങ്ക് എന്ന് പറയുമ്പോൾ മെറ്റലാണ്, H2SO4നകത്ത് ഈ ഹൈഡ്രജൻ എന്താണ്, ഒരു നോൺ മെറ്റലും ആണല്ലോ. ഈ സിങ്ക് അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം മെറ്റൽ റിയാക്ട്സ് വിത്ത് ആസിഡ് ടു ഫോം സാൾട്ട് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഹൈഡ്രജനെ ആരങ്ങ് ഡിസ്പ്ലേസ് ചെയ്യും, സിങ്ക് ഡിസ്പ്ലേസ് ചെയ്തിട്ട് സിങ്ക് സൾഫേറ്റും ഹൈഡ്രജൻ ഗ്യാസുമാണ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ഓക്കെ, ഒരു മെറ്റലിന് നോൺ മെറ്റലിനെ എന്ത് ചെയ്യാം, ഡിസ്പ്ലേസ് ചെയ്യാം. ഒരു റിയാക്ടിവിറ്റി കൂടിയ നോൺ മെറ്റലിന് റിയാക്ടിവിറ്റി കുറഞ്ഞ നോൺ മെറ്റലിനെയും എന്ത് ചെയ്യാം, ഡിസ്പ്ലേസ് ചെയ്യാം. അല്ലാണ്ട് മെറ്റലിനെ മാത്രമല്ല എന്ത് ചെയ്യുന്നത്, ഡിസ്പ്ലേസ് ചെയ്യുന്നത്. സോ ടൈപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ടൈപ്സ് എന്ന് പറഞ്ഞ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് എടുത്ത് അങ്ങനെ പറയാത്തത്. സോ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കേണ്ട എന്തേ ഉള്ളൂ, displacement reaction general equation AB plus C gives CB plus A is the general equation of displacement reaction. Displacement reaction means in a molecule one element displaces another element. Okay, ഒരു കോമ്പൗണ്ടിനകത്തെ ഒരു എലമെന്റിനെ മറ്റൊരു എലമെന്റ് എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേസ് ചെയ്യുന്നു. അതിനെ നമ്മൾ എന്താ പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ക്യാൻ ഡിസ്പ്ലേസ് എ ലെസ് റിയാക്റ്റീവ് മെറ്റൽ. For example, CuSO4 plus Fe gives FeSO4 plus Cu. From this equation, we can understand that Fe is more reactive than Cu. Means iron is more reactive than copper. Then next എന്ന് പറഞ്ഞത് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ നമുക്ക് എന്ത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനുമായിട്ട് പറഞ്ഞു തീർക്കാനുള്ള കാര്യങ്ങൾ. ക്വസ്റ്റ്യൻസ് വരുന്ന ക്ലാസ്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നുവെങ്കിൽ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്